ഓം ശ്രീ രാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. താരോപദേശം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. ബാലിയെ രാമൻ നിഗ്രഹിച്ച കഥ കേട്ടല്ലോ. ഇനി താരയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും മറ്റുമാണ് പറയുന്നത്. ബാലി മരിച്ചതറിഞ്ഞ് ഭാര്യയായ താര, രാജ്യവും പുത്രനും ഇനി എനിക്ക് എന്തിനാണ്, ഞാൻ കാലപുരിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. യുദ്ധക്കളത്തിൽ ചോരയും പൊടിയും അണിഞ്ഞു കിടക്കുന്ന ഭർത്താവിൻ്റെ ശരീരം കണ്ട് കരഞ്ഞുകൊണ്ട് താര പറഞ്ഞു, രാമ, എന്നെയും ഒരു ശരമെയ്ത് കൊല്ലണമെന്ന്. ഭർത്താവിൻ്റെ വേർപാട് സഹിക്കാൻ പറ്റത്തില്ലെന്നും ഒക്കെ പറഞ്ഞു. എന്നിട്ട് സുഗ്രീവനോട് രുമയുമായി സൂചിച്ചിരുന്ന് രാജ്യം ഭരിച്ചു കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് കരയുന്ന താരയെ ആധ്യാത്മജ്ഞാനം കൊണ്ട് ഉപദേശിച്ച് ദുഃഖം ശമിപ്പിക്കണമെന്ന് രാമൻ തീരുമാനിച്ചു. ഹേ സുന്ദരി, നീ ഭർത്താവായി കാണുന്നത് ജീവനെയോ ദേഹത്തെയോ? ദേഹത്തെക്കുറിച്ചാണെങ്കിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ജഡവസ്തുവാണ്. രക്തവും എല്ലും മാംസവും ഒക്കെയുള്ള ഒരു ജഡവസ്തുവാണ് ദേഹം. ഒരു തടിക്കഷ്ണം പോലെയാണ് ദേഹം. ദേഹത്തെ ചലിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നത് ജീവനാണ്. ജീവനെ ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ജനന മരണങ്ങളോ ലിംഗഭേദങ്ങളോ ശീതോഷ്ണങ്ങളോ സുഖദുഃഖങ്ങളോ ഒന്നും ആത്മാവിനില്ല. ആത്മാവെന്നത് ദേഹമല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല. ഇവയിൽ നിന്നൊക്കെ അന്യമാണ്. ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല. ദേഹമാണ് നശിക്കുന്നത്. ഭഗവാൻ പിന്നെയും കുറേ ഉപദേശങ്ങൾ നൽകിയിട്ട് താരയെ സമാധാനിപ്പിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് എന്നിൽ അളവറ്റ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ രൂപം നീ കണ്ടത്. എൻ്റെ രൂപത്തെ ധ്യാനിച്ച് എൻ്റെ ഉപദേശങ്ങളെല്ലാം അനുസരിച്ച് നീ ജീവിക്കുക. നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. ഭഗവാന്റെ സാരോപദേശങ്ങൾ കേട്ട് താരയ്ക്ക് മനസ്സമാധാനം ഉണ്ടായി. മോക്ഷപ്രദനായ ഭഗവാനോട് കാൽക്ഷണം സഹവസിക്കാനിടയായതുകൊണ്ട് താര മായാബന്ധത്തിൽ നിന്ന് മുക്തയായി. പരമഭക്തിയായി മുക്തിപദത്തിന് അധികാരിണിയായി തീർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സുഗ്രീവനും മനസ്സിലെ വിഷമതകൾ കുറേയൊക്കെ നീങ്ങി സ്വസ്ഥനായി തീർന്നു. പിന്നെ ഭഗവാൻ സുഗ്രീവനോട് പറഞ്ഞു, ബാലിയുടെ പുത്രനായ അംഗദനെ കൊണ്ട് സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകാൻ പറഞ്ഞു. താരയും അംഗദനും സുഗ്രീവനുമായി രാജയോഗ്യമായ വാദ്യമേളങ്ങളോടുകൂടി ശാസ്ത്രവിധി അനുസരിച്ച് മരണാനന്തര കർമ്മങ്ങളെല്ലാം നടത്തി. എന്നിട്ട് സുഗ്രീവൻ അങ്ങ് രാജാവാകണമെന്ന് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ ചിരിച്ചുകൊണ്ട്, ഹേ സുഗ്രീവ, ഞാൻ തന്നെയാണ് നീ. രാജാധിപത്യം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ലക്ഷ്മണൻ അഭിഷേക കർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ രാമൻ പറഞ്ഞു. ബാലിയെപ്പോലെ പ്രജാപരിപാലനം ചെയ്ത് ജീവിക്കുക. 4 മാസം ഞാൻ ഇവിടെ വസിക്കും. വർഷകാലം കഴിയുമ്പോൾ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണമെന്ന് ഭഗവാൻ സുഗ്രീവനോട് പറഞ്ഞു. ഭഗവാന്റെ അഭിപ്രായമനുസരിച്ച് ലക്ഷ്മണനും സുഗ്രീവനും മറ്റുള്ളവരും കിഷ്കിന്ധയിലേക്ക് പോയി. ലക്ഷ്മണൻ സുഗ്രീവനെ രാജാവായും അംഗദനെ യുവരാജാവായും അഭിഷേകങ്ങളൊക്കെ ചെയ്തിട്ട് രാമൻ്റെ അടുത്തെത്തി. വർഷകാലം കഴിച്ചു കൂട്ടുന്നതിനായി പ്രവർഷണം എന്ന പർവ്വതത്തിൽ പ്രവേശിച്ചു. പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ സ്ഫടികത്തിൻ്റെ പ്രകാശമുള്ള സുവർണമായ ഒരു ഗുഹ കണ്ടു. കാറ്റും മഴയും കടക്കാത്തതും ഫലമൂലാദികൾ നിറഞ്ഞ വൃക്ഷങ്ങളോട് കൂടിയതും ആയിരുന്നു ആ ഗുഹ. അവിടെ അവർ സുഖമായി താമസിച്ചു. ഒരു ദിവസം ഭഗവാൻ ധ്യാനത്തിൽ നിന്നുണർന്ന് ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ തനിക്ക് മോക്ഷത്തെ നൽകുന്ന പൂജാവിധികൾ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. അങ്ങ് ഇത് പറഞ്ഞാൽ ലോകോപകാരമായി ഭവിക്കും എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഹേ ലക്ഷ്മണ, എന്നെ സംബന്ധിച്ച പൂജാക്രമങ്ങൾ പറഞ്ഞാൽ അവസാനമില്ല. ഞാനൊന്ന് ചുരുക്കി പറയാമെന്ന് പറഞ്ഞു. ഗുരുമുഖത്ത് നിന്ന് മന്ത്രം ഗ്രഹിച്ച് ഗൃഹ്യ സൂക്ത വിധിപ്രകാരം എന്നെ പൂജിക്കണം. ആരാധനാമൂർത്തിയെ മനസ്സിലോ അഗ്നിയിലോ ജലത്തിലോ സൂര്യനിലോ ശ്രേഷ്ഠങ്ങളായ പ്രതിമകളിലോ കൽപ്പിക്കാവുന്നതാണ്. സാളഗ്രാമമുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ദേഹശുദ്ധി വരുത്തി തന്ത്രവിധികളിൽ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കുളിക്കണം. എന്നിട്ട് സന്ധ്യാവന്ദനാദി നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പിന്നെ പൂജയ്ക്കിരുന്നാൽ ആരാധിക്കപ്പെടുന്ന മൂർത്തിയെ സങ്കല്പിച്ച് പൂജിക്കണം. പൂജ വിഗ്രഹം അലങ്കരിച്ച് ഗന്ധപുഷ്പം മുതലായവ കൊണ്ട് പൂജിക്കണം. ഭക്തിയോടുകൂടി പച്ചവെള്ളം തന്നാലും എനിക്ക് വളരെ പ്രിയമാണ്. വസ്ത്രം കൊണ്ടോ മാൻതോല് കൊണ്ടോ കുശപ്പുല്ലുകൊണ്ടോ ഉള്ള ഉത്തമമായ ആസനത്തിൽ ഇരുന്ന് വേണം പൂജിക്കാൻ.
അഗസ്ത്യ മഹർഷിയാൽ വിധിക്കപ്പെട്ട പ്രകാരം ഹോമം നടത്തണം. ഘോരമായി ഈ സംസാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിത്യവും പൂജ ചെയ്യണം. ഭക്തനായുള്ള ഒരുവൻ ഈ ക്രിയായോഗം മുടങ്ങാതെ അനുഷ്ഠിച്ചാൽ അവന് സാരൂപ്യമുക്തി ലഭിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. ഈ ക്രിയാമാർഗത്തെ ഭക്തിയോടുകൂടി പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്കും നിത്യപൂജാഫലം സിദ്ധിക്കുമെന്നും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ലക്ഷ്മണനോട് പറഞ്ഞിട്ട് പിന്നെയും ശ്രീരാമൻ ദുഃഖിതനായി തീർന്നു. കുട്ടികളെ, താരയ്ക്കും ലക്ഷ്മണനും ഒക്കെ കൊടുത്ത ഉപദേശങ്ങളെല്ലാം കേട്ടല്ലോ. അതുപോലെ ഭഗവാനെ പൂജിക്കാനുള്ള വിധിയും കേട്ടല്ലോ. ഇനി നിർത്തട്ടെ. ഹരി ഓം തത്സത്.